കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലല്ലാതെ എല്ലാ ഇന്ത്യക്കാരും ഒരുമിച്ച് നീതിയുടെ വിജയം ജസ്റ്റിസ് നാഗരത്നയെ പോലൊരു ജഡ്ജി ഉണ്ടായല്ലോ എന്ന് ആശ്വസിക്കാം എന്നൊക്കെയാണോ ഇതിനകത്ത് താങ്കൾ കാണുന്ന കാര്യം? ഇത് ഒരു ബിൽക്കീസ് ബാനുവിന് മാത്രം സംഭവിച്ച കാര്യമല്ല, ഒരുപാട് ബിൽക്കീസ് ബാനുമാർക്ക് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിൽ കുറേ ആളുകൾക്ക് മാത്രം നീതി കിട്ടിയിട്ടുണ്ട്. ഗുജറാത്ത് വംശഹത്യയിൽ 13,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയോ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. നമുക്ക് ഇസ്ഹാൻ ജാഫ്രിയുടെ കാര്യം അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ വിധവ ഇപ്പോഴും നീതിക്കായി അലയും നമുക്കറിയാമല്ലോ. അവരോടൊപ്പം സഞ്ചരിച്ച ടീസ്ത സിതൽവാദിനെ ഗുജറാത്ത് സർക്കാർ കോടതിയുടെ കൂടെ പിന്തുണയോടെ ജയിലിലടച്ച കഥ നമുക്കറിയാമല്ലോ. അന്നു മുതൽ ഇന്ന് വരെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി, മാറ്റമില്ലാത്തൊരു വ്യക്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സംഭവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയാണ്, ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഗുജറാത്ത് ഗവൺമെൻറ് എടുത്ത നടപടി, അതിന് പിന്തുണ കൊടുത്ത ആഭ്യന്തരകാര്യ വകുപ്പിൻ്റെ നടപടി, ഈ രണ്ട് നടപടികളിലുമുള്ള പൊതുവായ ഭരണ നേതൃത്വത്തിലിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി രാജധർമ്മം പാലിച്ചിട്ടില്ല എന്ന് അന്നത്തെ BJP നേതാവ് കൂടിയായ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചാണ്. ആ ഗുജറാത്ത് വംശഹത്യ നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് അദ്ദേഹം പിന്തുണ കൊടുത്തത് കൊണ്ടല്ലേ യഥാസമയം കേസെടുക്കാതിരുന്നത്, ഗുജറാത്തിൽ വിചാരണ സാധ്യമല്ലാതെ വന്നത്, മഹാരാഷ്ട്രത്തിലേക്ക് വിചാരണ കൊണ്ടുപോകേണ്ടി വന്നത്? അപ്പോൾ മഹാരാഷ്ട്രത്തിൽ വിചാരണ ചെയ്യാൻ സുപ്രീം കോടതി വരെ ഇടപെട്ട് പോകേണ്ടി വന്ന സാഹചര്യം നരേന്ദ്രമോദിയെ തുറന്നു കാട്ടുകയാണ്. ആ മോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തരകാര്യ മന്ത്രാലയം അമിത്ഷയും കൂടെ കൂടിച്ചേർന്ന് ഗുജറാത്ത് സർക്കാർ അധികാരമില്ലാത്തൊരു കാര്യം ചെയ്തൊരു കേസെടുത്ത് പ്രതികളെ വെറുതെ വിടുകയാണ്. അതിന് പറയുന്ന ന്യായം എന്താണ്? പ്രതികൾക്ക് മനപരിവർത്തനമുണ്ടായി. എൻ്റെ ചോദ്യം, നരേന്ദ്രമോദിക്ക് മനപരിവർത്തനമുണ്ടായോ? സംഘപരിവാറിന് മനപരിവർത്തനമുണ്ടായോ? പ്രതികളെ യഥാർത്ഥത്തിൽ ഒരു ഉപകരണങ്ങളാണ്, ഒരു രാഷ്ട്രീയത്തിൻ്റെ ഉപകരണങ്ങളാണ്. മുസ്ലിങ്ങളെന്ന് പറയുന്നത്, അതിലെ സ്ത്രീകളെന്ന് പറയുന്നത് കൊല്ലപ്പെടേണ്ടവരാണ്. അവർ ഗർഭിണികളാണെങ്കിലും ആക്രമിക്കപ്പെടേണ്ടവരാണ്. ഒരു വംശഹത്യ കാലത്ത് സ്ത്രീകൾക്ക് എന്തു പറ്റും? അത് ഗുജറാത്തിൽ അവസാനിച്ചില്ല എന്നുള്ളതാണ്. മണിപ്പൂരിൽ ഇന്നും കൊലപാതകം നടന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറയുമ്പോൾ എന്താണ്, CPM-ഉം കോൺഗ്രസും BJP-യും എല്ലാം ഒരുമിച്ച് എന്താ ഒരുമിക്കുന്നത്? ഇതിനെതിരായി പോരടിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് സുഭാഷിണി അലി, CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ. അവര് കോടതി പോയപ്പോൾ അതിനെതിരായിട്ട് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ശക്തി ഉപയോഗിച്ച പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി, അതിന് പിന്തുണ കൊടുത്ത ആളുടെ പേരാണ് അമിത്ഷാ, അത് BJP-യാണ്. ഇതെങ്ങനെയാണ് സമീകരിക്കുന്നത്? അപ്പോൾ രാഹുൽ ഈശ്വറിന്റെ സമീകരണം എന്ന് പറയുന്നത് വേട്ടയ്ക്കുള്ള പിന്തുണയാണ്, കുറ്റവാളിയെ രക്ഷിച്ചെടുക്കലാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എന്തിനാ ഈ പ്രതികളെ തുറന്നുവിട്ടത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ, ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലെ ക്യാമ്പയിൻ ഇതായിരുന്നു: മുസ്ലിം സ്ത്രീകളെ മാനഭംഗം ചെയ്താൽ, മാനഭംഗം ചെയ്ത് കൊലപാതകം നടത്തിയവർക്ക് ഞങ്ങൾ ജയിലഴികൾ തുറന്നു കൊടുക്കപ്പെടും. എന്താ അവിടെ പ്രസംഗിച്ചെന്നറിയാമോ? ശ്രീകൃഷ്ണന്റെ മുന്നിൽ ജയിലഴികൾ തുറന്നു കിടന്നതുപോലെ, കംസന്റെ രാജധാനിയിൽ ശ്രീകൃഷ്ണന്റെ മുന്നിൽ ജയിലറികൾ തുറന്നു കിടന്നതുപോലെ, നന്ദഗോപുര യാത്ര നടത്തുമ്പോൾ തുറന്നു കിടന്നതുപോലെ, ഇതാ മോദി ഈ ആളുകളുടെ ഈ ഹിന്ദുത്വത്തിന് വേണ്ടി പോരടിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന വീരന്മാർക്ക് വേണ്ടി ജയിലറകളെ തുറന്നു കൊടുത്തിരിക്കുന്നു. ഇതല്ലേ പ്രസംഗം? ആ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ബാബു ബജരംഗിയുടെ മകളെ സ്ഥാനാർത്ഥിയാക്കിയില്ലേ ഗുജറാത്തിൽ? എന്തൊരു ക്യാമ്പയിനായിരുന്നു! ഇന്ന് ഗുജറാത്തിലെ സർക്കാർ, ഈ വിധി വന്നതിനെ തുടർന്ന് ഗുജറാത്തിലെ സർക്കാർ രാജിവെക്കണം, നരേന്ദ്രമോദി രാജിവെക്കണം, അമിത്ഷാ രാജിവെക്കണം. ശരി, നാഗരത്നയെ പ്രശംസിക്കാം, നമ്മൾ വ്യക്തിപരമല്ലല്ലോ കോടതി. നാഗരത്നയെ പ്രശംസിക്കാം, ഞാൻ ജഡ്ജിമാരെ പ്രശംസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ജഡ്ജിമാർ നിയമവാഴ്ച നടപ്പാക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ചും ഇവിടുത്തെ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ചും അവർ വ്യാഖ്യാനിക്കുകയാണ്. ചില ജഡ്ജിമാർ ഭാവിയിൽ നിങ്ങൾ ഗവർണറാക്കേണ്ടതില്ല, അല്ലെങ്കിൽ നിങ്ങൾ എം പി സ്ഥാനം കൊടുക്കും, അതും ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന നാഗരത്നമാരുണ്ടാകാം, സന്തോഷം. അല്ലാത്ത കുറേ പേര്, ഇപ്പോൾ പറഞ്ഞല്ലോ ഇന്ദു മൽഹോത്ര പറഞ്ഞല്ലോ, അതുപോലെ ചില മൽഹോത്രമാർ നിങ്ങളുടെ വഴിക്ക് വന്നിരിക്കും. ഞങ്ങൾ അതിൽ വിവേചനം കാണുന്നില്ല. പ്രശ്നം അവിടെ അല്ല, നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നാരീശക്തി സമ്മേളനം നടത്തിയത് നരേന്ദ്രമോദി. ഇത് ചെയ്തിട്ട് ഇതിന് പിന്തുണ കൊടുത്ത നരേന്ദ്രമോദി നാരീശക്തി സമ്മേളനം നടത്തി. തീർന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. ജസ്റ്റിസ് KM ജോസഫിനെ മറന്നു പോകരുത്.
അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്യുന്ന മുമ്പ് ഈ കേസിന്റെ വിചാരണ പൂർത്തിയായതാണ്, കേൾവി പൂർത്തിയായതാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുമ്പോൾ കേൾക്കാൻ സമ്മതിക്കില്ല. സംഘപരിവാരത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സർക്കാർ അഭിഭാഷകന്മാരെടുത്ത കുതന്ത്രം, കേസ് മാറ്റിവെക്കൽ. അവസാനം എന്ത് സംഭവിച്ചു? ജസ്റ്റിസ് KM ജോസഫ് അതിനൊരു കമന്റൂടെ പാസ്സാക്കിയിട്ടാണ് പോയത്. എന്തായാലും ആ വഴിയിൽ തന്നെ ആ ഡിവിഷൻ ബെഞ്ച് സഞ്ചരിച്ചു. ചെറിയ കാര്യമല്ല. ഒരു വാക്കുകൂടെ ഞാൻ പറയാം. നമുക്ക് ടീസ്റ്റാ സെതൽവാദിനെ മറക്കാമോ? അവരുടെ യുദ്ധം മറക്കാൻ പറ്റുമോ? അവരെ ജയിലിലടച്ചു. ഗുജറാത്തിലെ ഗവൺമെന്റ് മാത്രമല്ല, ഗുജറാത്തിലെ നീതിന്യായ വ്യവസ്ഥ കൂടി പാപപങ്കിലമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ വ്യവസ്ഥയിൽ ഏറ്റവും വേഗം പുറത്തു പോകേണ്ടത് നരേന്ദ്രമോദിയാണ്, അമിത്ഷയാണ്, സംഘപരിവാർ രാഷ്ട്രീയമാണ്. അത് കൂടുതൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ഈ സംഭവത്തോടെ.